ഒരാൾ എഴുന്നേറ്റ് പോയില്ല. നാലാമത് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ അതാ മഴ കാർമേഘം വന്നു, മഴ പെയ്യാൻ തുടങ്ങി. അല്ലാഹുവിനോട് മൂസാ നബി പറഞ്ഞു, അല്ലാഹുവേ, നീയല്ലേ പറഞ്ഞത് ഈ കൂട്ടത്തിൽ ഒരു ദോഷിയായ മനുഷ്യനുണ്ട്, അയാൾ പോയാലേ മഴ പെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തേ പഠിച്ചോനെ നീ അതൊന്നും പോകാത്ത രീതിയിൽ തന്നെ മഴ വർഷിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ മൂസാ, നിന്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, പാപിയായ മനുഷ്യൻ, അയാൾക്ക് എഴുന്നേൽക്കണമെന്നുണ്ട്, നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് എഴുന്നേറ്റ് പോകണമെന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അയാൾ എല്ലാവരും നോക്കുകയും ദോഷിയായ മനുഷ്യനെന്ന് പേര് വെക്കുകയും ചെയ്താൽ അയാൾക്കൊരു മാനക്കേടാകുമെന്ന് മനസ്സിലാക്കി അയാൾ ആ മൂന്നാമത്തെ വട്ടം അയാൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് അല്ലാഹുവിനോട് മനമൊരുക്കി ദുആ ചെയ്തു, അല്ലാഹുവേ, എന്നെ നീ വശരാക്കരുത് തമ്പുരാനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, പക്ഷേ എന്നെ നീ ഈ സമയത്ത് വശരാക്കരുത്, എനിക്ക് നീ പുറത്തു തരണം, ഞാൻ നീ മാത്രമേ അറിയുകയുള്ളൂ. ആ മനുഷ്യന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന ഉണ്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അങ്ങനെ മഴ പെയ്തു. മൂസാ നബി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, അയാളെ വശരാക്കരുത് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ആ ദുആ ചെയ്തത്. പിന്നെ ഞാൻ തൊട്ട് കാണിച്ചു തന്നിട്ട് വശരാക്കാൻ പാടില്ല, അതുകൊണ്ട് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം മുതൽ അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞത് മുതൽ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തവരായിരിക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസം നമുക്ക് സുവർണ്ണാവസരമായി നൽകിയതാണ്. അതുകൊണ്ട് ദുആ ചെയ്യണം, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി. ചെറുതും വലുതുമായ, രഹസ്യമായ പരസ്യമായ, അറിഞ്ഞുകൊണ്ടുള്ള അറിയാത്ത എത്രയോ ദോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹു പൊറുത്തു തരും. അല്ലാഹു പൊറുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മൾ ചോദിക്കാൻ വേണ്ടി